നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി.കെ. ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. പല പാർട്ടികളിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ ആദ്യമായി 2 or 3 കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ട്. ഒരാളെ പറ്റി പലരും ദേശീയമായി ശ്രദ്ധിച്ചു, പേരാമ്പ്രയിലെ മുസ്ലിം യുവതിയുടെ കാര്യം. ആസാമിലെ കുങ്കി ചൗധരിയുടെ കൂടെ അവരെ ന്യൂ ജെൻ സിയുടെ പ്രതിനിധിയായി കണ്ട് 2-3 പേർ ഈ കേരളത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്ത ആൾക്കാർ പോലും അത് ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ സർ, എന്താണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം? നമ്മൾ കണ്ടു, CPM ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ മുന്നോട്ട് നിർത്തിയത്. അതെ, ആദ്യം ചെറിയാൻ പറഞ്ഞതാണ് മുഖ്യ. ഇതിന്റെ ഈ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അത് ഇന്നത്തെ താങ്കൾക്കറിയാമല്ലോ, ഇസ്ലാമോഫോബിയയുടെയും മറ്റും വലിയ അന്തരീക്ഷത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളെന്ന് നേരിട്ട് നിർലജ്ജം പറഞ്ഞുകൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി പങ്കെടുക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സ്ത്രീകളെ, അത് 2 തരത്തിൽ, ഒന്ന് ഒരു ഹിന്ദു സ്ത്രീ, അതും നമ്മൾ മറക്കണ്ട, ജയന്തി രാജൻ, ഒരു ആദിവാസിത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരു അൺറിസർവ്ഡ്, ഒരു സംവരണമില്ലാത്ത പൊതുമണ്ഡലത്തിൽ CPM-നെതിരെ മത്സരിപ്പിക്കുന്നു കൂത്തുപറമ്പിൽ. അത് താഹ്ലിയയുടെ കാര്യം കുറച്ചുകൂടി പെട്ടെന്ന് ആളുകൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. ഇതുകൂടി മനസ്സിലാക്കുന്നത് ഒന്നാണ്, ഈ സ്ത്രീയുടെ വിജയം. അത് കൂത്തുപറമ്പ് വളരെ സുശക്തമായ CPM മണ്ഡലമാണ്. അവിടെ അവർക്ക് ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും ഒരു ഇതുവരെ ഇല്ലാത്ത അവിടെ മത്സരം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 പേരാമ്പ്ര എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ് പോലെ തന്നെ കേരളത്തിന്റെ ചെങ്കോട്ടയാണ് പേരാമ്പ്ര. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിന്റെ കൺവീനറും പേരാമ്പ്രയുടെ പുത്രനും ആയിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണനെതിരെ ഫാത്തിമ താഹ്ലിയ എന്ന കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറായ ഒരു യുവതി, ഒരു എന്താ പറയണ്ട, ജനറേഷൻ C യുവതി മത്സരിക്കുകയാണ്. അപ്പൊ അത് അവരെ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല. സാധാരണ കണക്കുകൂട്ടലിൽ CPM-ന് കേരളത്തിൽ ലഭിക്കുന്ന സീറ്റുകളിൽ ആദ്യം എഴുതുന്ന 2 സീറ്റുകളിൽ ഒന്നാണ് കൂത്തുപറമ്പും പേരാമ്പ്രയും. അപ്പോ അതില് ഇവർ 2 പേരും അട്ടിമറി വിജയം നടക്കുകയാണെങ്കിൽ അത് വലിയ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും. അവർ നല്ല ഒരു പോരാട്ടം കാഴ്ചവെക്കുകയാണെങ്കിലും അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെയും കേരളത്തിലെ മാപ്പിള രാഷ്ട്രീയത്തെയും സ്വാധീനിക്കും. കാരണം താങ്കൾക്കറിയാം, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന യാഥാസ്ഥിതിക സുന്നി EK വിഭാഗം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. സുന്നി വിഭാഗത്തിൽ പോലും സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം പോയിട്ട് ഒരു വിജയ സർട്ടിഫിക്കറ്റ് സ്റ്റേജിൽ പോയി മേടിക്കുന്നതിൽ പ്രശ്നം കാണുന്ന മതപുരോഹിതന്മാരുള്ള സ്ഥലമാണ് സുന്നി കേരളത്തിന്റെ ഇടം, ഇല്ലേ? അപ്പൊ നമ്മള് കാന്തപുരം അബൂബക്കർ ആയാലും VK മുജീബും സ്ത്രീകളുടെ സ്ഥാനം രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പെൺകുട്ടിയും, ഒരു തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയും ഒരു ആദിവാസി സ്ഥാനാർത്ഥി, അത് തന്നെയാണ് ആഗോളതലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന കാര്യം. അത് നമ്മൾ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അറിയാവുന്നത് 140 മണ്ഡലങ്ങളിൽ 46 മണ്ഡലങ്ങളിൽ സ്ത്രീകൾ സ്ഥാനാർത്ഥികളുണ്ട്. അത് ഒരു മണ്ഡലത്തിൽ മാത്രമേ സ്ത്രീകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുള്ളൂ. അത് പാലക്കാട് കോങ്ങാട്. അത് ഒരു CPM-ന് വളരെ സുഖമായി ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അപ്പൊ അതിന്റെ കാര്യവും നമുക്കധികം ചർച്ച ചെയ്യേണ്ടതില്ല. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രതിഭാസം BJP-യുടെ പത്മജ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട BJP-യുടെ സ്ത്രീ സ്ഥാനാർത്ഥികളിൽ എന്തുകൊണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തൃശ്ശൂരാണ്. നമ്മൾ വേറൊരു BJP-യെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പത്മജയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് സംസാരിച്ചു. എങ്കിലും തീർച്ചയായിട്ടും പത്മജയുടെ പ്രകടനം ഈ സ്ത്രീ BJP സ്ഥാനാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി കാണാൻ വിജയ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന പത്മജ. അപ്പൊ പത്മജയെ കോൺഗ്രസിൽ നിന്ന് വളരെ അടുത്ത കാലത്താണ് പത്മജയെ BJP സ്വീകരിച്ചത്. അപ്പൊ ആ അർത്ഥത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കേരളത്തിൽ പത്മജയും
ശോഭാ സുരേന്ദ്രൻ. ഈ രണ്ടുപേരാണ് വളരെ പ്രധാനപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥികൾ. ശോഭാ സുരേന്ദ്രൻ ഒരു വളരെ വളരെ പ്രകടമായ ഹിന്ദുത്വ രാഷ്ട്രീയം ഉറക്കെ പറയുന്ന വളരെ വളരെ പോപ്പുലറായ BJPയുടെ മുഖം. അവർ ചെറിയ പ്രശ്നങ്ങൾ, ഒരു കോൺഗ്രസിനെ പോലെയുള്ള ശക്തമായിട്ടുള്ള ശക്തിയുള്ള പാലക്കാട് മത്സരിച്ച് ജയിക്കാൻ പോകുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് BJP സ്ത്രീ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. CPM-നെ സംബന്ധിച്ചാണെങ്കിൽ വളരെ 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 നിർണായകമായിട്ടുള്ള ചില സ്ഥാനാർത്ഥിത്വങ്ങളാണ്. ഒന്ന് KK ശൈലജ. KK ശൈലജയുടെ അവിടുത്തെ പ്രകടനം CPM-ൽ വലിയ 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 പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. വളരെ മോശമായി ടീച്ചർ തോൽക്കുകയാണെങ്കിൽ അത് വലിയ വലിയ ചോദ്യങ്ങൾക്ക് പാർട്ടിക്കകത്ത് ഉയർത്തും. രണ്ട്, അവർ വിജയിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് കിട്ടുന്ന സ്ഥാനം, അവർ LDF സർക്കാരുണ്ടെങ്കിൽ അവർ മന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ വരും. അപ്പൊ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം അത് വിജയിച്ചു നിന്നിരുന്ന മട്ടന്നൂർ പോലെയുള്ള നല്ലൊരു CPM-ന് അനുകൂല മണ്ഡലത്തിൽ നിന്നും മാറ്റി പിടിച്ചെടുക്കാൻ എന്ന ഒരു കാരണം പറഞ്ഞ് അവരെ പേരാവൂരിലേക്ക്, അത് KPCC അധ്യക്ഷൻ ായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ എല്ലാ കണ്ണുകളും ശൈലജ ടീച്ചർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് ഞാനത് ശ്രദ്ധിച്ചു. ഒരു മീഡിയയും അദ്ദേഹം ഇതുവരെ ശൈലജ ടീച്ചർ ജയിക്കുമെന്നോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് തോൽക്കുമെന്നോ ഇതുവരെ ഒരു സർവേകളും കാണിക്കുന്നില്ല. അതൊരു വസ്തുതയല്ലേ സർ? എന്താ എനിക്ക് എന്താണ് ചെറിയാൻ എനിക്ക് ഞാൻ കേട്ടില്ല, ഒന്നുകൂടി ആ സർവേകളും മീഡിയയും ഇതുവരെ ശൈലജ ടീച്ചർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ കണ്ടുവന്ന ശരിയാണ്. 100% ഞാനും കേട്ടിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടീച്ചർ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയും, ആ പരാജയം പണ്ട് ടീച്ചർ അവിടെ ജയിച്ചത് 3000 വോട്ടിനാണ് ഒരിക്കൽ. അപ്പൊ ടീച്ചർ പിടിക്കുന്ന വോട്ട്, ആ വോട്ട് CPM-ന്റെ സംഘടനാ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തെ ബാധിക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തെ ബാധിക്കും. അത് വളരെ കൃത്യമാണ്. അത് CPM-ന്റെ മാത്രമല്ല, കേരളത്തിലെ CPM അനുഭാവികളായ സ്ത്രീകളുടെ മനസാക്ഷിയെ പോലും അതൊരു വിഷയമാക്കും. കാരണം പിന്നീട് CPM-ന് വളരെ ദയനീയമായി ശൈലജ ടീച്ചർ സഖാവ് തോൽക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ CPM-ന് കൽപ്പ ചികിത്സ തന്നെ വേണമെന്ന് അതിന്റെ അനുഭാവികളും അണികളും തീരുമാനിച്ചു. അപ്പൊ അത്രത്തോളം പ്രധാനമാണ് പേരാവൂരിലെ സഖാവ് ശൈലജ ടീച്ചറുടെ പ്രകടനം. അതിനെക്കുറിച്ച് താങ്കൾ പറയുന്നത് പോലെ സർവേകളും മറ്റും, എന്റെ ഒരു കൂട്ടുകാരൻ ഡൽഹിയിൽ നിന്നുള്ള താങ്കളുടെയും സുഹൃത്ത് ശ്രീ അമൃതലാൽ പോയിരുന്നു. അദ്ദേഹം കിട്ടിയ ഫീഡ്ബാക്ക് ആണ് എനിക്കുള്ളത്. വളരെ വളരെ അപ്പോഴും അദ്ദേഹവും പറയുന്നത് സണ്ണി ജയിക്കുമെന്നാണ്, ജയിച്ചാൽ മന്ത്രിയുമാണ്. എന്നാൽ സണ്ണി ജോസഫ് ജയിച്ചാൽ UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രി, എന്നാൽ ശൈലജ ടീച്ചർ ജയിച്ചാൽ അടുത്ത പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രി ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അപ്പൊ ഇതുകൊണ്ട് വളരെ ആ മത്സരം ശൈലജ ടീച്ചറെ, നമ്മൾ പത്മജയുടെ കാര്യം പറഞ്ഞു. പിന്നീട് CPM-ന്റെ ബിന്ദു ടീച്ചർ, വേറൊരു ടീച്ചർ, ബിന്ദു ടീച്ചർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ല എന്ന് പൊതുധാരണ സമൂഹത്തിലുള്ള സഖാവ് വിജയരാഘവന്റെ ഭാര്യ, എന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് അവര്, ആ സ്ത്രീ. അപ്പൊ അതുകൊണ്ട് അവരുടെ അച്ഛൻ, അമ്മയുടെ നാട് കൊടുങ്ങല്ലൂരാണ്, ഇവർ ഇരിങ്ങാലക്കുടയാണ്. കേരള ഓർമ്മയിൽ അധ്യാപികയായിരുന്നു ഒക്കെയായിരുന്നു. പക്ഷെ അവര് ഇത്തവണ വിലയിരുത്തപ്പെടുകയാണ്. കരുവന്നൂർ, താങ്കൾ മറന്നിട്ടുണ്ടാവില്ല, കരുവന്നൂർ ബാങ്കിന്റെ കാര്യമല്ല. കരുവന്നൂർ ബാങ്ക് കൊള്ളയുടെയും മറ്റു പല പശ്ചാത്തലങ്ങളും ഇപ്പോഴും അവിടെ അടിച്ചു കൂടിയിട്ടുണ്ട്. CPM-ൽ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് അത്ര ഭദ്രമല്ല. ഉണ്ണിയാടൻ നിരന്തരം തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള ചീത്തപ്പേരുണ്ടെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിയും കൂടിയാണ്. അപ്പൊ ക്രിസ്ത്യൻ ധ്രുവീകരണവും ഈ ബിന്ദുവിന്റെ പ്രതിച്ഛായയോടുകൂടി ബിന്ദു എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഭാര്യയാണ്. അതും നമുക്ക് ഈ CPM-നകത്തുള്ള ഒരു പ്രബല അധികാര കേന്ദ്രവുമായി ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. താങ്കൾക്ക് വേഗം മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കേരള CPM-നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നേതൃത്വ നിരയിൽ ആണ് ഇതെല്ലാം പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. ബിന്ദുവിന്റെ, അതുപോലെ
വീണ വീണ എന്റെ സഹപ്രവർത്തകയും വളരെ പ്രിയപ്പെട്ട യുവ സഹപ്രവർത്തകയാണ്. 2000 കാലങ്ങളിൽ നിരവധി തവണ എന്നെ ക്ഷമിച്ച് പാനലുകളിൽ കൊണ്ടിരുത്തുകയും ഒക്കെ ചെയ്യുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട പക്ഷെ അവരും വലിയൊരു അഗ്നിപരീക്ഷയാണ് ഇത്തവണ ആറന്മുളയിൽ കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഭർത്താവിന്റെ ഓർത്തഡോക്സ് പള്ളിയുമായുള്ള ബന്ധം പാർട്ടിയെ ഇത്തവണ ഗുണം ചെയ്യില്ല. വീണ ജോർജ് നമ്മൾ ഈ പറയുന്ന പോലെ CPM സതീശനെ ലാക്കാക്കിയ പോലെ തന്നെ കോൺഗ്രസും UDF-ഉം ലാക്കാക്കി പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വീണ. അവരുടെ ആരോഗ്യ മേഖലയിലെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും വീണയുടെയും ബിന്ദുവിന്റെയും പ്രകടനം ശൈലജ ടീച്ചറിന്റെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേരും മന്ത്രിമാരാണ്. അപ്പോൾ CPM-ലെ മന്ത്രികൾ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് സ്ത്രീ സഖാക്കൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് പാർട്ടിയുടെ നീണ്ടകാല രാഷ്ട്രീയത്തെ ബാധിക്കും. പിന്നെ എനിക്ക് താങ്കളോട് പറയാനുള്ളത് കോൺഗ്രസിനും വളരെ എന്താ പറയണ്ടേ, വളരെ 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 പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ നമുക്ക് അല്ല പിന്നെ വേറൊരു കാര്യം CPM-നെ മറന്നു. ഏറ്റവും വിവാദമായ ഗോവിന്ദൻ മാഷ്ട പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമള സഖാവിന്റെ ടീച്ചർ, അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ജയിക്കാനുള്ള സാധ്യതയാണ്. പാർട്ടി വോട്ടുകൾ തന്നെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ. പക്ഷേ അവരുടെ ഭൂരിപക്ഷം പോലും കേരളത്തിലെ CPM-നെ ചർച്ചാ വിഷയമാകും. പാർട്ടിക്കകത്തും സഖാക്കളുടെ ഇടയിലും കണ്ണൂരിലെ സഖാക്കളുടെ ഇടയിലും അതും വലിയ ഒരു ഇംപ്ലോഷൻ നമ്മൾ പറയുന്നത്. അകത്തു നിന്നുള്ള അന്തർസ്ഫോടനം, അതാണ് എക്സ്പ്ലോഷൻ അല്ല, അന്തർസ്ഫോടനം. അത്തരത്തിലുള്ള ഒരു അന്തർസ്ഫോടനത്തിന് വഴിവെക്കുന്നതാണ് ശ്യാമള ടീച്ചറുടെയും ശൈലജ ടീച്ചറുടെയും ബിന്ദുവിന്റെയും വീണയുടെയും സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം നമ്മൾ സംസാരിക്കുമ്പോൾ അത് വളരെ പ്രധാനം. ഭാവി കോൺഗ്രസിലേക്ക് വരുമ്പോൾ എനിക്ക് ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാനും അല്ലേ മുമ്പിലോട്ട് വരുന്നത് നമ്മുടെ? തീർച്ചയായിട്ടും താങ്കൾ വളരെ കൃത്യമാണ്. കോൺഗ്രസിന്റെ സ്ത്രീകളുടെ പട്ടികയിൽ പിന്നെ ഞാൻ കുറച്ച് അത്ര പ്രശസ്തരല്ലാത്ത സ്ത്രീ സ്ഥാനാർത്ഥികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം സംസാരിച്ച പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ. പക്ഷെ ഏറ്റവും എല്ലാ കണ്ണുകളും അരൂർ ഷാനിമോൾ ഉസ്മാനിലും കൊല്ലത്ത് ബിന്ദു കൃഷ്ണയിലുമാണ്. കാര്യം രണ്ടുപേരും തീർച്ചയായും അടിസ്ഥാനത്തിലും കേരളത്തിലെ ഒരു UDF മന്ത്രിസഭയിൽ അംഗങ്ങളാവാനുള്ള യോഗ്യതയുള്ള പക്വതയും പരിചയവുമുള്ള കോൺഗ്രസ് നേതാക്കളാണ്. കാരണം ഷാനി ഉസ്മാനെ നമ്മൾ CP ജോൺ പറഞ്ഞതുപോലെ ഷാനി അവരെപ്പോഴും ഈ മുരളീധരനെ പോലെ പാർട്ടിക്ക് വേണ്ടി തോൽക്കുവാൻ തയ്യാറായ ഒരു നേതാവാണ്. കാസർഗോഡ് കൊണ്ടിരുന്നത് ഇല്ലേ, ഓർമ്മയുണ്ടോ ആ പഴയ കാര്യങ്ങളൊക്കെ? ഷാനി ഉസ്മാൻ. അപ്പൊ കോൺഗ്രസിനകത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥി, മുസ്ലിം സ്ഥാനാർത്ഥി, അവർ അരൂരിൽ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ അവർക്ക് നിശ്ചയമായും ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാവും. കാരണം കോൺഗ്രസ് UDF എന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങൾ മാത്രമല്ല, കോൺഗ്രസിന്റെ മുസ്ലിം നേതാക്കൾ ഉണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട സന്ദർഭമാണ് ഇന്ന് കേരളത്തിലും ആഗോളതലത്തിലും ഇന്ത്യയിലും. അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ കുത്തക മുഴുവൻ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും SDP-ക്കും ആണെന്നുള്ള അങ്ങനെയല്ല ചരിത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, MBG ബാവ, എത്ര നേതാക്കൾ, TK ഹംസ, കോൺഗ്രസിന്റെ അബ്ദുറഹ്മാൻ സാഹബ് മുതൽ ഇങ്ങോട്ട് എത്രയോ കോൺഗ്രസ് നേതാക്കൾ, ആര്യാടൻ, ഷൗക്കത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ പ്രതിച്ഛായ ഇന്നത്തെ ഫാസിസ്റ്റ് ഇന്ത്യയിൽ വളരെ പ്രധാനം. കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ സവർണ ഹിന്ദു പാർട്ടിയല്ല. ഇവിടെ മുസ്ലിങ്ങൾ ജയിക്കുന്നു, മത്സരിക്കുന്നു, അവർ മന്ത്രിമാരാവും. അത്തരത്തിലുള്ള ഒരു സിഗ്നൽ രാഹുൽ ഗാന്ധി തീർച്ചയായും കൊടുക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധി വളരെ അപ്രതീക്ഷിതമായി കേരളത്തിൽ വന്ന് ഒരു കാര്യം പറഞ്ഞു, അത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്ന കാലം വിദൂരമല്ല. അത് വളരെ അർത്ഥഗർഭമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചല്ല അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു ദീർഘവീക്ഷണമുള്ള, എന്നാൽ വോട്ടുകൾ, കേരളത്തിലെ സ്ത്രീകളുടെ വോട്ടുകൾ സമ്പാദിക്കാനും രാഹുൽ ഗാന്ധിയുടെ ജനങ്ങൾക്കുള്ള പ്രതിപത്തി വർദ്ധിപ്പിക്കുവാനും സഹായിച്ചൊരു പ്രസ്താവനയായിരുന്നു കേരളത്തിലെ ഒരു വനിതാ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഷാനിക്ക് മുസ്ലിം ആണെന്നുള്ള പ്രാതിനിധ്യവുമുണ്ട്, അതേപോലെ വനിത എന്നുള്ള പ്രാതിനിധ്യമുണ്ട്. ബിന്ദു കൃഷ്ണയും വളരെ വളരെ കാലമായി
കൊല്ലം ജയിക്കുകയാണ്. അതിന് കൊല്ലത്തെ പോലെ ഒരു ഇടതുപക്ഷ കോട്ടയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് സഹായിച്ച ബിന്ദു കൃഷ്ണയാണ്. അവർ സമരമുഖങ്ങളിലും അതിന്റെ മാധ്യമ പ്രചരണത്തിലുമൊക്കെ ഞാൻ നിരവധി പാനലുകളിൽ അവരുമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കും ഐ ആം വെരി ഇംപ്രസ്ഡ് വിത്ത് ഹെർ. ഷി വിൻസ്. അതുപോലെ തന്നെ ആയിരുന്നു ഒരു റേസിംഗ് സ്റ്റാർ ആയിരുന്നു രമ്യ ഹരിദാസ്. അദ്ദേഹം പാർലമെന്റിൽ വന്നു. ബിന്ദു കൃഷ്ണ വേറെ ഏതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ താങ്കളുടെ കണ്ണിൽ പെടുന്നുണ്ടോ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്? രമ്യ ഹരിദാസിനെ കുറിച്ച് എനിക്ക് എന്റെ അതൊരു ധാരണയാണെന്ന് അറിഞ്ഞുകൂടാ. അവര് ചിറയൻകീഴ് വന്ന് മത്സരിപ്പിച്ചതിന്റെ ലോജിക്ക്, നമ്മുടെ ആലങ്കോടിൽ ലീലാകൃഷ്ണനെ CPI തൃശ്ശൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് പോലെ എനിക്ക് രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് കൊണ്ടുവന്ന് മത്സരിച്ച് ജയിപ്പിക്കാൻ കഴിയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ഒരു അമിത ആത്മവിശ്വാസമായി എനിക്ക് തോന്നുന്നു. കാരണം താങ്കൾക്കറിയാമല്ലോ അവരുടെ പരാജയം ആലത്തൂര് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും വിജയം ആശംസിക്കാം. കാരണം വളരെ കുറവ് സ്ത്രീകളെ ഉള്ളൂ ഈ 140-ൽ 46. എത്ര 50-ലേറെ ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം ഇപ്പോഴും കേരളത്തിൽ കുറഞ്ഞു. 33% കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഒരുമിക്കുന്ന കോൺഗ്രസും CPM ഒന്നും ഇപ്പോഴും സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഒരു ലവലേശം വഹിക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഈ വനിതാ സ്ഥാനാർത്ഥികൾ ഏത് രാഷ്ട്രീയക്കാർക്കിലായാലും ജയിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് വളരെ നന്നായിരിക്കും. അതിൽ കോൺഗ്രസിൽ എനിക്ക് താങ്കൾ ഈ പറയുന്ന പോലെ ഈ 3 പേരുകൾ മാത്രമേ ഉടനെ ഓർമ്മ വരുന്നുള്ളൂ. അവരുടെ വിജയസാധ്യതകൾ, 2 പേരുടെ വിജയസാധ്യതകൾ കുറച്ച് കണ്ടുകൂടാ. ഷാനിമോളുടെയും ബിന്ദു കൃഷ്ണയുടെയും. രമ്യയുടെ കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയുകയില്ല. എന്താണ് അടിയൊഴുക്കുകൾ ആ ഭാഗത്ത്, അതായത് ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല ഭാഗത്തെ ഈഴവ വോട്ടുകളുടെ അടിയൊഴുക്കുകൾ എന്താണ്? ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കേരളത്തിലെ ഒരു റെഫറാൻഡം നേരിടുന്ന, പിണറായിക്ക് ശേഷം റെഫറാൻഡം നേരിടുന്ന വേറൊരു വ്യക്തിയുണ്ട്. അത് കേരളത്തിലെ പറയാതെ പോകുന്നത് ശരിയല്ല. അതാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ തെരഞ്ഞെടുപ്പ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ഹിതപരിശോധന കൂടിയാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും. പറയില്ല പക്ഷെ മാധ്യമം. കാരണം അവർക്ക് സർക്കുലേഷന് വേണ്ടി ഈഴവ സർക്കുലേഷൻ, തങ്ങളെ പറ്റി പറഞ്ഞാൽ മലപ്പുറത്ത് സർക്കുലേഷൻ കുറയും എന്നൊക്കെയുള്ള ഒരു കള്ള ബാലൻസിങ് ആണല്ലോ, ഒരു വിനോദ മാധ്യമ പ്രവർത്തനമാണല്ലോ നടക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ LDF തോൽക്കുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അണികളും കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ്സുകാർ, അദ്ദേഹം കോൺഗ്രസിനോട് തീരെ നീചമായ രീതിയിലായിരുന്നു ആക്രമണം സതീശനെ പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ RSSന് വേണ്ടി പ്രചരണം നടത്തുന്നു, BDJSന് വേണ്ടി അവരുടെ മകൻ നയിക്കുന്നു. അത്ര മലയാളി നൈതിക ബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ വിലസും. അത് ഇടതുപക്ഷത്തിന്റെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിധിയെഴുത്തായിരുന്നു. അതന്നെ, അതായിരിക്കട്ടെ. പക്ഷെ മൊത്തം നോക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് കേരളത്തിൽ. വളരെ നിർണായകമായിരിക്കും. കാരണം വലിയ ഈ സ്ഥാനാർത്ഥികളെല്ലാം വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടായിരിക്കും അസംബ്ലിയിലേക്ക് വരുന്നത്. ശൈലജ ടീച്ചർ വരികയാണെങ്കിൽ ശൈലജ ടീച്ചർ അസംബ്ലിയിലേക്ക് വരുന്നത് ഒരു രാജ്ഞിയെ പോലെയായിരിക്കും, രാഷ്ട്രീയ രാജ്ഞിയെ പോലെ. പലതിനുമുള്ള ഉത്തരമായി താങ്കൾ പറഞ്ഞ പോലെ അത് വളരെ വിദൂരമായ ഒരു ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് പത്മജയുടെ വരവും വല്ലാതെ ആഘോഷിക്കപ്പെടും. പത്മജയുടെ വരവും വളരെ ആഘോഷിക്കപ്പെടും. ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറച്ചുകൂടെ പറയാം. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ.